ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്ഹുൽ മുഈനിലെ ആചാര വായനകൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആചാരങ്ങൾ നടപ്പുരീതികളാണ്. ഒരു സമൂഹത്തിൻ്റെയോ പ്രത്യേക സമുദായങ്ങളുടേതോ നാടുകളുടേതോ ഒക്കെ ആയിട്ട് അത് വരാം. ആരാധനാ ഭാവമുള്ളതും ഇല്ലാത്തതുമുണ്ടാകാം. അറിയപ്പെട്ടതാവുക, ആവർത്തന സ്വഭാവമുണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാം. ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഹുക്മ് എന്ന് പറയുന്നത് ഖിതാബുല്ലാഹി അൽ മുതഅല്ലിഖു ബിഫിഅലിൽ മുക്കല്ലഫ് എന്ന് പറയുന്ന വിശദീകരണമായതുകൊണ്ട് മുക്കല്ലഫിൻ്റെ പ്രവർത്തനങ്ങളാണ് ഫിഖ്ഹിൻ്റെ വിഷയം. അതുകൊണ്ട് ഫത്ഹുൽ മുഈൻ കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളിലെ നടപ്പു രീതികളെ, ആചാരങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്, അവകളെ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞു വെക്കുകയാണ്. സൂറത്തു ഇബ്രാഹിമിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ എന്നൊരു പരാമർശം കാണാം. വിശുദ്ധ ഖുർആൻ സത്യനിഷേധത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. അഥവാ ജാഹിലിയ്യത്തിലെ നടപ്പ് രീതികൾ, പതിവുകൾ അത് മുഴുവൻ വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുകയില്ല. അതിൽ ഇസ്ലാമിനോട് യോജിക്കാത്തതിനെ തിരുത്തിയും അംഗീകരിക്കാൻ പറ്റുന്നതിനെ ഉൾക്കൊണ്ടുമാണ് ഇസ്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ജാഹിലിയ്യത്തിൻ്റെ നടപടിക്രമങ്ങളിലെ അല്ലെങ്കിൽ നടപ്പ് രീതിയിലെ മോശപ്പെട്ടതിനെ ഒഴിവാക്കുന്ന വളരെ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ ഫത്ഹുൽ മുഈനിൽ ദിയത്ത് ആഖിലത്തിൻ്റെ മേലാണ് വാജിബാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കാണാൻ കഴിയും. വൽ മഅനാ ഫി കൗനി ദിയത്തി അലൽ ആഖിലത്തി ഫീഹിമ അന്നൽ ഖബാഇല ഫിൽ ജാഹിലിയ്യത്തി കാനു യഖൂമുന ബി നുസ്റത്തിൽ ജാനി മിൻഹും വയംനഊന ഔലിയാ അദ്ദമി അഖദ ഹഖ്ഹിം ഫഅബ്ദല ശർഉ തിൽക നുസ്റത ബിബദ്ലിൽ മാലി വഖസ്സ തഹമ്മുലഹും ബിൽ ഖത്ഇ വ ശിബ്ഹിൽ അംദി ലിയന്നഹുമ മിമ്മാ യക്സുറു ലാ സിയമാ ഫി മുതആത്തിൽ അസ്ലിഹത്തി എന്ന് തുടങ്ങിയിട്ട് ജാഹിലിയ്യത്തിൽ നിലനിന്നിരുന്ന അക്രമികളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന കുടുംബങ്ങളുടെ ഒരു രീതി, ദമിൻ്റെ അവകാശിയായ ഖിസാസ് എടുക്കാൻ അവകാശപ്പെട്ട ആക്രമിക്കപ്പെട്ടവരുടെ കുടുംബത്തിന് ഖിസാസ് എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ പരിഹരിച്ചുകൊണ്ട് ശിബ്ഹ്, അംദ്, അതുപോലെ തന്നെ ഖത്ത്, രണ്ട് ഘട്ടങ്ങളിൽ അക്രമി നിരപരാധിയായതുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്താനുള്ള അവകാശം ഈ കുടുംബക്കാർക്ക് നൽകുകയും മറ്റ് അവകാശങ്ങൾ എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു രീതി ഫത്ഹുൽ മുഈൻ അവതരിപ്പിക്കുന്നുണ്ട്. മതനിയമങ്ങൾക്ക് അനുസൃതമാണെങ്കിൽ അതിനെ നല്ല ആചാരങ്ങളായിട്ടും അല്ലാത്തതിനെ അനാചാരങ്ങളായിട്ടുമാണ് ഫിഖ്ഹ് കണക്കാക്കുക. ആ കൂട്ടത്തിൽ തന്നെ കേരളീയമായ നടപ്പ് രീതികളെ, അതിൻ്റെ നിയമം എന്താണെന്നും അതിനെ പൊതുസമൂഹം കാണുന്ന രീതി തെറ്റാണെങ്കിൽ അതിനെ തിരുത്തുന്നതുമൊക്കെ പല ഉദാഹരണങ്ങളിലൂടെ കാണാൻ കഴിയും. പ്രാമാണിക വിരുദ്ധമായതുകൊണ്ട് ആരാധനാഭാവമുള്ള ആചാരങ്ങളിൽ ചിലത് അനാചാരമാണെന്ന് പ്രസ്താവിക്കുന്ന ഇടങ്ങൾ ഫത്ഹുൽ മുഈനിലുണ്ട്. ഒന്ന്, അമ്മ സ്വലാത്തുൽ മഅറൂഫത്തു ലൈലത്തർ റഗായിബി വ നിസ്ഫി ശഅബാന വ യൗമി അശൂറാ ഫബിദ്അത്തുൻ ഖബീഹത്തുൻ വ അഹാദീസുഹാ മൗളൂഅത്തുൻ എന്ന് പറയുന്ന ഭാഗമാണ്. പ്രാമാണിക വിരുദ്ധമായ ഒരു നിസ്കാരമായതുകൊണ്ട് ആ നിസ്കാരം ശരിയല്ല, അത് ബിദ്അത്താണ് എന്ന് ഇസ്ലാം ഫിഖ്ഹ് ഫത്ഹുൽ മുഈൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ തന്നെ വ അഖ്ബഹു മിൻഹ മഅതീദ ഫി ബഅദിൽ ബിലാദി എന്ന് പറഞ്ഞ് സ്വലാത്തുൽ ഖംസ് ഫിൽ ജുമുഅത്തിൽ അഖീറ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച നിസ്കാര ശേഷം നടക്കുന്ന സ്വലാത്തുൽ ഖംസ് എന്ന് പറയുന്ന നിസ്കാരം വളരെ മോശപ്പെട്ട ഒരു ആചാരമാണ്, നടപ്പ് രീതി, പതിവാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അതുപോലെ തന്നെയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ് സൂറത്ത്
തറാവീഹ് നിസ്കാരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആവർത്തിക്കുന്നതിനെക്കുറിച്ചും അത് ബിദ്അത്തുൻ ഗൈറു ഹസനത്തിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മസ്ഹുർ റഖബത്ത്, ചെവി തടകുന്നതിൻ്റെ കൂടെ മസ്ഹുർ റഖബത്ത് കൂടെ ഉൾപ്പെടുത്തിയ ആളുകളെ റദ്ദ് ചെയ്തുകൊണ്ട് അതും ബിദ്അത്താണ്, ഹദീസ് മൗലൂ ആണ് എന്ന് പറയുന്നത് കാണാം. അതുപോലെ പല നാടുകളിലും കാണുന്ന ഒരു പതിവാണ് അനാവശ്യമായി മുബല്ലിഗുകളെ നിയമിക്കുക. മുഅ്മിനീങ്ങളിലേക്ക് ശബ്ദമെത്തുന്നുണ്ടെങ്കിലും മുബല്ലിഗുകളെ നിയമിക്കുന്ന ഒരു രീതി, അതിനെക്കുറിച്ച് ഫത്ഹുൽ മുഈൻ ചർച്ച ചെയ്തുകൊണ്ട് ഖാല ബഅ്ളുഹും ഇന്ന തബ്ലീഗ ബിദ്അത്തുൻ മുൻകറത്തുൻ ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ ഹൈസു ബലഗൽ മഅ്മൂമീന സൗത്തുൽ ഇമാമി എന്ന് തന്നെ പറഞ്ഞ് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു രീതി, ആചാരങ്ങളെ ഫത്ഹുൽ മുഈൻ കാണുന്ന മറ്റൊരു രീതി ഇടപാടുകളുടെ ഭാഗമായി വരുന്ന ആചാരങ്ങളാണ്. അതിനെ ഫിഖ് എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ച സ്വബാഹിയത്ത് എന്നറിയപ്പെടുന്ന, കോന്തലക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാര്യയുടെ തുണിയിൽ കെട്ടിക്കൊടുക്കുന്ന സമ്മാനം. ഈ കൊടുക്കുന്ന സമ്മാനം അത് നമ്മുടെ നാട്ടിലൊരു പതിവാണ്. ആ പതിവ് അനുസരിച്ച് ചെയ്യപ്പെടുന്ന കാര്യം ആ പെണ്ണിൻ്റെ മിൽക്കിലേക്ക് സാധനം നീങ്ങുമോ ഇല്ലയോ എന്നതാണ് ചർച്ച. വയുഖദു മിമ്മാ തഖററ അന്നമാ യുഅതീഹി സൗജു സുൽഹത്തൻ ഔ സബാഹിയത്തൻ കമ ഉതീദ ബിബഅദിൽ ബിലാദി ലാ തംലികുഹു ഇല്ലാ ബിലഫ്ളിൻ ഔ ഖസ്ദി ഇഹ്ദാഇൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ വീട് കൂടുന്ന സമയത്തും മറ്റ് സന്തോഷവേളകളിലൊക്കെ ചില സമ്മാനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ എഴുതി വെച്ച് തിരിച്ച് നൽകുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. കുറിക്കല്യാണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ആചാരമാണത്. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഖാല ശൈഖുനാ വൽ ഔജഹു ഫിൻ നുഖൂത്തിൽ മുഅ്താദി ഫിൽ അഫ്റാഹി അന്നഹു ഹിബത്തുൻ ലാ ഖറളുൻ വ ഇൻ ഉതീദ റദ്ദു മിസ്ലിഹി. പതിവായി തിരിച്ചത് തന്നെ എഴുതി വെച്ച് കണക്ക് വെച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഹിബത്തിൻ്റെ സ്ഥാനമാണ് അതിനുള്ളത് എന്നാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ കൂടുതലായി കാണുന്ന മിഠായി കൊടുക്കൽ ചടങ്ങ്, അതൊരു വലിയ ചടങ്ങായി നമ്മുടെ ഇടയിലൊക്കെ കാണാൻ പറ്റും. കല്യാണം പെണ്ണിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം ആ കല്യാണം നടക്കുന്നതിന് വേണ്ടി അഖദിൻ്റെ മുമ്പായി കൊടുക്കുന്ന ദാനങ്ങളാണെങ്കിൽ ആ അഖദ് നടക്കാത്ത സാഹചര്യത്തിൽ അത് മുഴുവനായും തിരിച്ചു നൽകേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഭാഗവും കാണാൻ കഴിയും. ലൗ ഖതബ ഇംറഅതൻ സുമ്മ അർസല ഔ ദഫഅ ബിലാ ലഫ്ളിൻ ഇലൈഹ മാലൻ ഖബലൽ അഖദി എന്ന് പറഞ്ഞ് ثم وقع الإعراض منها أو منه رجع بما وصلها منه كما صرح به جمع المحققون എന്ന് പറയുന്നുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഇആനത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഫത്വയിൽ വളരെ കൃത്യമായി ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ മിഠായിയും വസ്ത്രവും മറ്റു പലതും അത് അങ്ങനെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു നൽകണമെന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ബദൽ നൽകണമെന്നുമൊക്കെ പരാമർശിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളുടെ തലേ ദിവസം നടക്കുന്ന പല ആചാരങ്ങളുമുണ്ട്. ഇപ്പോൾ നിലവിൽ ബുർദകളും മറ്റുമൊക്കെയാണ്. എന്താണെങ്കിലും അതിൽ മുൻകറായ കാര്യങ്ങളുണ്ടെങ്കിൽ അവ നമ്മൾ എതിർക്കേണ്ടതാണ് എന്ന് ഫത്ഹുൽ മുഈൻ സൂചിപ്പിക്കുന്നുണ്ട്. വവുജൂദു മൻ യുൽഹിഖുൽ ഹാളിരീന ബിൽ ഫുഹ്ശി വൽ കദിബി ഫഇൻ കാന ഹറുമത്തിൽ ഇജാബത്തു. വലീമത്തിൻ്റെ ഇജാബത്തിൻ്റെ മസല ചർച്ച ചെയ്യുന്നിടത്ത് ഈ രൂപത്തിൽ അതിനെ വിവരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വളരെ സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനോട് നമ്മുടെ നാട്ടു നടപ്പിൻ്റെ ഭാഗമായുള്ള ഒരു കാര്യത്തെ ഖിയാസാക്കിക്കൊണ്ട് മസ്അല വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് ജരീദത്തുൻ ഖളറാ, മയ്യത്തിൻ്റെ ഖബറിൻ്റെ ഭാഗത്ത് പച്ച ചെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വഖീസ ബിഹ മഅതീദ മിൻ ത്വറഹി നഹ്വി റൈഹാനിർ റത്ബി എന്ന് പറയുന്ന ഒരു ഇബാറത്ത് കാണാം. ചില നാടുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അത് ഈ പച്ച ചെടി വെക്കുന്ന മസലയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം എന്നതിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കേരളീയ ആചാരങ്ങളെ ഫത്ഹുൽ മുഈൻ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഫത്ഹുൽ മുഈൻ തുടക്കത്തിൽ തന്നെ തംബീഹുൻ ദക്കറ സംആനി ഫി സൗജത്തിൻ സഗീറത്തിൻ ദാത്തി അബവൈനി അന്ന വുജൂബ മാ മറ അലൈഹിമാ ഫസ്സൗജി വഖളിയതുഹു വുജൂബു ദർബിഹ എന്ന് പറയുന്ന ചർച്ചയിൽ, അഥവാ സഗീറത്തായ ഭർതൃമതി ഒരു സ്ത്രീ, അവളെ വാപ്പയും ഉമ്മയും അംറും ബിൽ മഅറൂഫും നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയും മറ്റുമൊക്കെ നടത്തി ഭർത്താവിനും അത് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ശേഷം എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഫത്ഹുൽ മുഈനിൻ്റെ മുസന്നിഫൊക്കെ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ ഈ മരുമക്കത്തായ സിസ്റ്റം നിലനിൽക്കുന്ന ഭാഗങ്ങളിലാണ് ചെറിയ കല്യാണം കഴിച്ചു കൊടുത്ത
അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ കല്യാണം കഴിച്ചു കൊടുക്കപ്പെട്ട പെണ്ണുങ്ങളുടെ അടുക്കൽ ഉപ്പയും ഉമ്മയും ഭർത്താവും കൂടെ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം സാധാരണയിലുണ്ടാവുക. ഈ അവസ്ഥകളിൽ ഭർത്താവ് അംറു ബിൽ മഅറൂഫിന് ഇറങ്ങിയാൽ നുഷൂസ് ഭയപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില സൂചനകൾ അവിടെ നൽകുന്നത് കാണാം. അതുപോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള കത്തപ്പുര സമ്പ്രദായത്തെക്കുറിച്ച്. ഖുർആൻ ഓതാൻ വേണ്ടി ആളുകൾക്ക് നിശ്ചിത കൂലി നിർണ്ണയിച്ചു കൊണ്ടുള്ള പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ നിശ്ചിത കൂലിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. قال شيخنا في شرح المنهاج يصح الاستئجار لقراءة القرآن عند القبر أو مع الدعاء بمثل ما حصل له من الأجر له أو لغيره عقبها എന്ന് പറയുന്ന ഒരു ഇബാറത്ത് ഫത്ഹുൽ മുഈൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ സംഭാവനകൾ പൈസ കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത്തരം സമ്പത്തുകൾ ആർക്കാണ് മിൽക്കാവുക? ഉപ്പാക്കാണോ, അല്ലെങ്കിൽ കുട്ടിക്ക് നേരിട്ട് കിട്ടുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗങ്ങളിലേക്ക് തിരിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയ ചർച്ച ഫത്ഹുൽ മുഈനിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പതിവുണ്ടായിരുന്ന ഒരു കാര്യമാണ് ചാണകം മുറ്റത്ത് തേച്ച് മിനുക്കുന്ന ഒരു സമ്പ്രദായം. ഇത് യഹില്ലു മഅൽ കറാഹത്തി ഇസ്തിഅമാലുൽ ആജി എന്ന് പറഞ്ഞ ശേഷം വ തസ്മീദു അർളിൻ ബി നജസിൻ എന്നൊരു ഇബാറത്ത് ഫത്ഹുൽ മുഈനിൽ കാണാം. അതുപോലെ തന്നെ قال الاستخري والرؤياني من أئمتنا كمالك وأحمد إنهما طاهران من المأكول. റൗസ് ബൗല് എന്നിവ മഅ്കൂലിൽ നിന്നാണെങ്കിൽ താഹിറാണ് എന്ന കൗല് വരെ ഫത്ഹുൽ മുഈൻ ഉദ്ധരിച്ചത് നമ്മുടെ നാട്ടിലെ നടപ്പുകളെ കൂടി പരിഗണിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പതിവുള്ളൊരു കാര്യമാണ് വെറ്റില മുറുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം സൗമിൻ്റെ ബാബിൽ ഫയുഫ്തിറു മനിബ്തല അരീഖൻ മുതഗയ്യറൻ ബി ഹുംറത്തി നഹ്വി തമ്പുലിൻ എന്ന് പറയുന്ന തമ്പുലിനോട് കൂടെ ചേർന്നുള്ള ഉമിനീരിറക്കുന്നതുമായി ബന്ധപ്പെട്ട മസ്അല ഫത്ഹുൽ മുഈൻ സൂചിപ്പിച്ചത്. ഇനി നാട്ടുനടപ്പ് എന്തു തന്നെയായിരുന്നാലും ശരി, ഫിഖ്ഹിനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ അത് തള്ളപ്പെടുക തന്നെ ചെയ്യും എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നൊരു ഭാഗമാണ് വലൗ തവാത്ത അഹ്ലു ഖുത്രിൻ അലാ ലഫ്ളിൻ ഫി ഇറാദത്തിൻ നിക്കാഹി മിൻ ഗൈരി സ്വരീഹി തർജുമതിഹി ലം യൻഅഖിദു നിക്കാഹു ബിഹി. നിക്കാഹ് മുൻഅഖിദാകുന്ന വിഷയത്തിൽ അവിടെ സ്വരീഹായ തർജുമയല്ലെങ്കിൽ അത് ഒരു നാട് മുഴുവൻ അതിൽ ഒരുമിച്ച് കൂടിയാലും അത് അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം, പാവങ്ങളിലേക്ക് കല്യാണം കഴിക്കാത്ത ഒരു രീതിയുണ്ട്. അങ്ങനെ കഫാഅത്തിൽ ഈ സമ്പത്തിനെ പരിഗണിക്കുന്നില്ല. ഫത്ഹുൽ മുഈനിൽ അങ്ങനെയാണ്. വല്ല സഹു അന്നൽ യസാറ ലാ യുഅ്തബറു ഫിൽ കഫാഅത്തി എന്ന് ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ നാട്ടു നടപ്പുകളെ സമീപിക്കുന്ന രീതി ഫത്ഹുൽ മുഈൻ കൃത്യമായി ഓരോ ഭാഗത്തും വരച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ ചില നാടുകളിൽ നേരത്തെ പറഞ്ഞ ഖിത്താനിൻ്റെ ഭാഗമായൊക്കെ ഉണ്ടായ ചില പാത്രം വെച്ച് അതിലേക്ക് സംഭാവനകൾ ഇടുക, എന്നിട്ട് അവസാനം അത് അവിടെ ഖിത്താന് നടത്താൻ വന്ന ആൾക്കും അതുപോലെ തന്നെ സഹായികൾക്കൊക്കെ വിതരണം ചെയ്യുന്ന ചില രീതികളൊക്കെ നാടുകളിലുണ്ടാവും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് അവിടെ പരിഗണിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംഭാവന നൽകിയ ആളുടെ ഖസ്ദ് പരിഗണിക്കുക. ആ ഖസ്ദ് ഇല്ലെങ്കിൽ അവിടെ ആരാണ് സ്വാഹിബുൽ ഫർഹെങ്കിൽ അയാളിലേക്ക് തിരിക്കുക. അതുമല്ലെങ്കിൽ തുടർന്ന് എന്ത് ചെയ്യണം തുടങ്ങിയുള്ള ഒരു ചർച്ച നടത്തുന്നിടത്ത് കാണാം. ഹുവ ഉറുഫു ശർഇ ഫയുഖദ്ദമു അലൽ ഉറുഫിൽ മുഖാലിഫി ലഹു ബിഖിലാഫി മാ ലൈസ ലിശ്ശർഇ ഫീഹി ഉറുഫുൻ എന്ന് പറഞ്ഞാൽ ശർഇന് ചില ഉറുഫുകൾ ഉണ്ടാകും. ശർഇൻ്റെ ഉറുഫുകൾ ഇല്ലാത്തിടത്ത് മാത്രമാണ് നാട്ടു നടപ്പുകളെ പരിഗണിച്ച് നിയമങ്ങൾ കണക്കാക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഷറഇൻ്റെ ഉറുഫ് ആണ് അവിടെ പരിഗണിക്കേണ്ടത് എന്ന് ആ മസലയുടെ അവസാനത്തിൽ കാണാൻ കഴിയും. ഇതേപോലെ തന്നെ നാട്ടുനടപ്പിന് കൃത്യമായി പരിഗണിക്കേണ്ട ഒരു ഭാഗമാണ് ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മസലയിലുള്ളത്. അവിടെ പണിക്കാരെ വെച്ച് കൊടുക്കുന്നതും പാചകത്തിന് പണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മസലകളിലൊക്കെ അങ്ങനെ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ, അത്തരം പതിവുള്ള നാടാണെങ്കിൽ എന്നൊക്കെ ഫത്ഹുൽ മുഈൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ നാട്ടാചാരങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുകയോ പൂർണ്ണമായി തള്ളുകയോ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല. പ്രാമാണികമായ ആചാരാനുഷ്ഠാനങ്ങളെ മാത്രമേ
കർമ്മങ്ങളായിട്ട്, മതത്തിൻ്റെ ആരാധനാ കർമ്മങ്ങളായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തതിനെ മതത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തും. അത് മുൻകറാണ്, മഅറൂഫ് ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി അതിനെ മാറ്റി നിർത്തുകയാണ്. നാട്ടുനടപ്പുകളെ പരിഗണിക്കേണ്ട ഘട്ടങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ നാട്ടുനടപ്പ് നോക്കണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ഫത്ഹുൽ മുഈനിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഫൽഉർഫു ഇൻ ഖാലഫ അംറൽ ബാരി വജബ അൻ യുംബദ ഫിൽ ബറാരി. ഉറുഫ് അള്ളാഹുവിൻ്റെ അമ്രിന് എതിരാണെങ്കിൽ അത് മരുഭൂമിയിൽ വലിച്ചെറിയപ്പെടേണ്ടതാണ് എന്നാണ് ദീനിന് ഉറുഫുകളോട്, നാട്ടുനടപ്പുകളോടൊക്കെയുള്ള സമീപനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അവതരണം അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ നിരാകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.